وَرَبُّكَ الْغَنِيُّ ذُو الرَّحْمَةِ إِن يَشَأْ يُذْهِبْكُمْ وَيَسْتَخْلِفْ مِن بَعْدِكُم مَّا يَشَاءُ كَمَا أَنشَأَكُم مِّن ذُرِّيَّةِ قَوْمٍ آخَرِينَ. നിന്റെ നാഥൻ തികഞ്ഞ സ്വയം പര്യാപ്തനാകുന്നു. കാരുണ്യം അവന്റെ സ്വഭാവമാകുന്നു. അവൻ ഇച്ഛിക്കുകയാണെങ്കിൽ നിങ്ങളെ നീക്കിക്കളയുന്നതും മറ്റൊരു ജനത്തിന്റെ വംശത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ജനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതുമാകുന്നു. താങ്കളുടെ നാഥൻ സ്വയം പര്യാപ്തനാണെന്ന് പറഞ്ഞതിന്റെ പൊരുളിതാണ്: അള്ളാഹുവിന് ജനങ്ങളുടെ പക്കൽ നിന്ന് ഒരാവശ്യവും നേടേണ്ടതായിട്ടില്ല. അവന്റെ ഒരു താൽപര്യവും ജനങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നില്ല. ജനങ്ങളെ അനുസരിക്കാത്തതുകൊണ്ട് വല്ല ദോഷമോ അനുസരിക്കുന്നതുകൊണ്ട് വല്ല ഗുണമോ അവന് കിട്ടാനില്ല. മനുഷ്യരൊന്നടങ്കം ധിക്കാരികളായി ചമഞ്ഞാൽ പോലും അവന്റെ രാജാധിപത്യത്തിന് ഒരു കോട്ടവും പറ്റുകയില്ല. ഇനി ഒന്നൊഴിയാതെ എല്ലാവരും അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളും ആരാധകരുമായാൽ അവന്റെ രാജ്യത്വത്തെ അത് ശക്തിപ്പെടുത്തുന്നുമില്ല. ജനങ്ങളുടെ അഭിവാദ്യങ്ങളും നേർച്ചാ വഴിപാടുകളും അവൻ ആവശ്യമില്ല. അവരിൽ നിന്ന് ഒട്ടും പ്രതിഫലം ആഗ്രഹിക്കാതെ തന്നെ അവർക്ക് അനുഗ്രഹം വർഷിക്കാൻ അവങ്കൽ അസംഖ്യം ഖജനാവുകളുണ്ട്. കാരുണ്യം അവന്റെ സ്വഭാവമാകുന്നു എന്ന വാക്കിന് സന്ദർഭത്തിന്റെ ഔചിത്യമനുസരിച്ച് രണ്ടു പൊരുൾ കൽപ്പിക്കാവുന്നതാണ്. ഒന്ന്, നേർമാർഗത്തിൽ ചലിക്കാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്ത ജീവിത രീതിയിൽ നിന്ന് അവരെ തടയുന്നതും തനിക്കതുമൂലം വല്ല നേട്ടമോ കോട്ടമോ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അവരുടെ തന്നെ ഗുണദോഷങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. നേർവഴി അവലംബിച്ചാലേ വിജയിക്കൂ, വളഞ്ഞ വഴിക്ക് പോയാൽ പരാജയമടയും. അപ്പോൾ മനുഷ്യരെ ഉന്നതിയിലേക്ക് നയിക്കുന്ന വിശിഷ്ടമാർഗം ചൂണ്ടിക്കാണിക്കുകയും നിന്ദ്യതയിലേക്ക് അധപ്പതിപ്പിക്കുന്ന ദുർമാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നത് തികച്ചും അവന്റെ കാരുണ്യം മാത്രമാണ്. 2, താങ്കളുടെ നാഥൻ ക്രൂരനല്ല. ജനങ്ങളെ ശിക്ഷിക്കുന്നതിൽ അവൻ ആനന്ദം അനുഭവിക്കുന്നുമില്ല. ജനങ്ങളിൽ എന്തെങ്കിലും ഒരു പിശക് പറ്റുമ്പോഴേക്കും അവരെ പിടിച്ച് ശിക്ഷിക്കാൻ ഒരുമ്പെടുന്നവനല്ല അവൻ. വാസ്തവത്തിൽ സൃഷ്ടിജാലങ്ങളുടെ മേൽ പരമദയാലുവത്രേ അല്ലാഹു. പരമമായ കരുണയോടും ഉദാരതയോടുമാണ് അവൻ ദൈവത്വം വാഴുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ നയം അതാണ്. അതിനാൽ നിങ്ങൾ കുറ്റങ്ങൾക്കുമേൽ കുറ്റം ചെയ്തിട്ടും അവൻ മാപ്പരുളുന്നു. നിങ്ങൾ അനുസരണക്കേടുകൾ കാണിച്ചിട്ടും പാപവൃത്തികൾ പെരുപ്പിച്ചിട്ടും അവന്റെ ആഹാരം തിന്നുകൊണ്ട് ശക്തി ആർജിക്കുന്നു. അവന്റെ വിധിവിലക്കുകൾക്കെതിരിൽ ധിക്കാരങ്ങൾ പ്രവർത്തിച്ചിട്ടും അവൻ ക്ഷമയും മാപ്പും കൈക്കൊള്ളുന്നു. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി തെറ്റുകുറ്റങ്ങൾ തിരുത്താനുള്ള അവസരങ്ങൾ പിന്നെയും അവൻ നൽകുന്നു. അവൻ ക്രൂരനായിരുന്നുവെങ്കിൽ ഇഹലോകത്തുനിന്ന് നിങ്ങളെ തുടച്ചുമാറ്റി തൽസ്ഥാനത്ത് മറ്റൊരു ജനതയെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ മനുഷ്യരെ ഒന്നടങ്കം നശിപ്പിച്ച് മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരുമായിരുന്നു. ഇന്നമാ തുഅദൂന ലആത് വമാ അൻതും ബിമുഅ്ജിസീൻ. നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതി തീർച്ചയായും വരിക തന്നെ ചെയ്യും. നിങ്ങൾ ദൈവത്തെ തോൽപ്പിക്കാൻ കഴിവുള്ളവരല്ല തന്നെ. എന്നാൽ ഇവിടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട സംഗതി ഇതാണ്: ഖിയാമത്ത് നാളിൽ എല്ലാ മുൻഗാമികളെയും പിൻഗാമികളെയും പുനർജീവിപ്പിച്ച് അവരുടെ നാഥന്റെ മുമ്പിൽ അന്ത്യവിധിക്ക് വേണ്ടി ഹാജരാക്കുന്നതാണ്. ഖുൽ യാ ഖൗമി ഇഅ്മലൂ അലാ മകാനതികും ഇന്നി ആമിൽ ഫസൗഫ തഅലമൂന മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. പ്രവാചകൻ പറയുക: ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ സ്ഥാനത്തും പ്രവർത്തിക്കാം. ആരുടെ പര്യവസാനമാണ് ഉത്കൃഷ്ടമായി തീരുക എന്ന് അടുത്ത ഭാവിയിൽ തന്നെ നിങ്ങൾ അറിയുന്നുണ്ട്. ധിക്കാരികൾ ഒരിക്കലും വിജയം പ്രാപിക്കുകയില്ല എന്നത് ഏതു നിലക്കും യാഥാർത്ഥ്യമാകുന്നു. അതായത്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ അബദ്ധ നയത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. എങ്കിൽ നിങ്ങൾ നടക്കുന്ന വഴിക്ക് തന്നെ നടക്കുവിൻ. എന്റെ പാത എനിക്കായി വിട്ടുതരുവിൻ. അതിന്റെ പരിണിത ഫലം എന്തായാലും
അത് എന്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടുകൊള്ളട്ടെ. وَجَعَلُوا لِلَّهِ مِمَّا ذَرَأَ مِنَ الْحَرْثِ وَالْأَنْعَامِ نَصِيبًا فَقَالُوا هَذَا لِلَّهِ بِزَعْمِهِمْ وَهَذَا لِشُرَكَائِنَا فَمَا كَانَ لِشُرَكَائِهِمْ فَلَا يَصِلُ إِلَى اللَّهِ وَمَا كَانَ لِلَّهِ فَهُوَ يَصِلُ إِلَى شُرَكَائِهِمْ سَاءَ مَا يَحْكُمُونَ. ഈ ജനം അല്ലാഹുവിന് അവൻ തന്നെ അവർക്ക് സൃഷ്ടിച്ചു കൊടുത്ത വിളകളിൽ നിന്നും കാലികളിൽ നിന്നും ഒരു വിഹിതം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഇത് അല്ലാഹുവിനുള്ളതാകുന്നു എന്നും ഇത് തങ്ങൾ പങ്കാളികളാക്കിയ ദൈവങ്ങൾക്കുള്ളതാകുന്നു എന്നും ജൽപ്പിക്കുന്നു. എന്നാൽ അവരുടെ പങ്കാളികൾക്കുള്ളതൊന്നും അല്ലാഹുവിലേക്ക് ചേരുന്നില്ല. പക്ഷേ അല്ലാഹുവിനുള്ളതോ പങ്കാളികളിലേക്ക് ചേരുന്നു. ഇക്കൂട്ടരുടെ തീരുമാനം എന്തുമാത്രം നികൃഷ്ടമായിരിക്കുന്നു. ഭൂമി ഏകനായ ദൈവത്തിന്റേതാണെന്നും വിളകൾ അവനാണ് മുളപ്പിക്കുന്നതെന്നും മക്കാ മുശ്രിക്കുകൾ സമ്മതിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്ന മൃഗങ്ങളുടെ സ്രഷ്ടാവ് അവനാണെന്നതും അവർ സമ്മതിച്ചിരുന്നു. പക്ഷേ അല്ലാഹു നൽകുന്ന ഇത്തരം ഔദാര്യങ്ങളെല്ലാം തങ്ങളുടെ ആരാധ്യന്മാരായ ദേവീദേവന്മാർ, മലക്കുകൾ, ജിന്നുകൾ, നക്ഷത്രങ്ങൾ, മരിച്ചുപോയ മഹാന്മാരുടെ ആത്മാക്കൾ മുതലായവയുടെ ബർക്കത്ത് കൊണ്ടും കൃപ കൊണ്ടുമാണെന്നായിരുന്നു അവരുടെ ധാരണ. അതിനാൽ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും കാലി സമ്പത്തിൽ നിന്നും 2 ഓഹരി അവർ നീക്കിവച്ചിരുന്നു. ഒരോഹരി അല്ലാഹുവിന്റെ പേരിലും മറ്റേത് കുലദൈവങ്ങളുടെ പേരിലും. കാർഷിക വിളകളും കാലിസമ്പത്തും നൽകിയ അല്ലാഹുവിനോടുള്ള നന്ദി എന്ന നിലയിലാണ് അവനുള്ള ഓഹരി. ദേവതകളുടെ ദയാദാക്ഷിണ്യങ്ങൾക്കു പകരം അവർക്കുള്ള നേർച്ചാ വഴിപാടുകൾ എന്ന നിലയിൽ 2ാമത്തെ ഓഹരിയും. ഈ അക്രമത്തിന്റെ പേരിലാണ് അല്ലാഹു അവരെ ആദ്യമായി പിടികൂടുന്നത്. അവൻ ചോദിക്കുന്നു, ഈ കാലികളും ഉൽപ്പന്നങ്ങളുമെല്ലാം തന്നെ നമ്മുടെ സൃഷ്ടിയും ദാനവും മാത്രമായിരിക്കെ മറ്റുള്ളവർക്ക് അതിൽ ഒരു പങ്ക് എങ്ങനെ വന്നു? സ്വന്തം ഔദാര്യം കൊണ്ട് അനുഗ്രഹം ചെയ്തു തന്ന നിങ്ങളുടെ നാഥൻ അവകാശപ്പെട്ട ഉപകാരസ്മരണ ഇതരന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നതിൽ പരം നന്ദികേട് മറ്റെന്താണ്? അവന്റെ ദാനത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലും മാധ്യസ്ഥ്യവും സ്ഥാപിച്ച് അവന് മാത്രം അവകാശപ്പെട്ട കൃതജ്ഞതയിൽ അവരെ പങ്കുകൂട്ടുന്നത് നന്ദികേടല്ലാതെ പിന്നെന്താണ്? സൂചനാരൂപത്തിൽ 2ാമത്തെ വിമർശനം ഇതാണ്: ഇത് അല്ലാഹുവിനുള്ളത് എന്നവർ പറഞ്ഞിരിക്കുന്നുവെങ്കിലും സ്വേച്ഛാനുസാരം നിശ്ചയിച്ച ഒരു പങ്കാണ് അവനുള്ളത്. അങ്ങനെ അവർ സ്വയം നിയമനിർമ്മാതാക്കളും മതനിർമ്മാതാക്കളുമായിരിക്കുന്നു. അല്ലാഹുവിനും അല്ലാത്തവർക്കുമായി ഇങ്ങനെ യഥേഷ്ടം പങ്കുവെക്കാൻ അവർക്കെന്തധികാരം? ദൈവദത്തമായ ഏതൊന്നിന്റെയും ഉടമസ്ഥൻ ദൈവം തന്നെയാണ് എന്നിരിക്കെ തന്റെ ദാനത്തിൽ നിന്ന് എത്ര ഓഹരി തന്നോടുള്ള നന്ദിയുടെ പേരിൽ ഒഴിച്ചുവെക്കണമെന്നും ബാക്കിയുള്ളതിന്റെ അവകാശികൾ ആരെല്ലാമാണെന്നും തീരുമാനിക്കാൻ അധികാരം അവനല്ലാതെ മറ്റാർക്കാണ്? ഇതെല്ലാം ദൈവിക ശരീഅത്താണ് തീർച്ചപ്പെടുത്തേണ്ടത്. ആകയാൽ മുശ്രിക്കുകൾ അടിസ്ഥാനരഹിതമായ ജൽപ്പനപ്രകാരം ദൈവത്തിന്റെ അവകാശമെന്ന പേരിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ഒരു ഭാഗം സാധുജനങ്ങൾക്കും മറ്റും നൽകുന്നത് പോലും സ്വേച്ഛയെ തൃപ്തിപ്പെടുത്തലാണ്. അതിന്റെ പിറകിൽ ദൈവഹിതമില്ല. അതിനാൽ ദൈവത്തിങ്കൽ അതൊട്ട് സ്വീകാര്യവുമല്ല. അല്ലാഹുവിനുള്ളത് പങ്കാളികളിലേക്ക് ചേരുന്നു എന്ന് പറഞ്ഞതിൽ ഒരു ഹാസ്യ സൂചനയുണ്ട്. ദൈവത്തിന്റേതെന്ന നിലയിൽ തിരിച്ചുവെക്കുന്ന ഓഹരിയിൽ തന്നെ പലതരം സൂത്രവിദ്യകൾ വഴി അവർ കുറവ് വരുത്തിയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പങ്കുകാരായി കൽപ്പിച്ചവരുടെ ഓഹരി വർദ്ധിപ്പിക്കാൻ എല്ലാവിധത്തിലും ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് തെളിയുന്നത് തങ്ങളുടെ പങ്കുകാരോടുള്ള അത്ര പ്രതിപത്തി അല്ലാഹുവോടില്ലെന്നാണ്. ഉദാഹരണമായി, അല്ലാഹുവിന്റെ നാമത്തിൽ നേർച്ചയായോ വഴിപാടായോ നീക്കിവെക്കുന്ന ധാന്യത്തിലും ഫലങ്ങളിലും വല്ലതും കൊഴിഞ്ഞു വീണാൽ അത് ആ പങ്കുകാരുടെ ഓഹരിയിൽ ചേർക്കും. മറിച്ച് വിഗ്രഹാദികൾക്ക് നേർച്ചയാക്കിയതിൽ നിന്ന് വീഴുകയോ ദൈവത്തിന്റെ പങ്കിൽ ചേരുകയോ ചെയ്താൽ അത് വിഗ്രഹങ്ങളുടെ പങ്കിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കിയ വയലിൽ നിന്നുള്ള വെള്ളം അല്ലാഹുവിന്റേതിലേക്ക് പൊട്ടിയൊഴുകിയാൽ ആ വയലിലുള്ള ഉൽപ്പന്നം മുഴുവൻ വിഗ്രഹങ്ങൾക്കുള്ളതാണ്. മറിച്ച് അല്ലാഹുവിന്റെ വയലിലെ വെള്ളം പങ്കാളികളുടെ വയലിലേക്ക് പൊട്ടിയൊലിച്ചാൽ അല്ലാഹുവിന്റെ പങ്കിൽ ഒന്നും വർദ്ധിപ്പിക്കുന്നതല്ല. വരൾച്ച കൊണ്ടോ ജലക്ഷാമം കൊണ്ടോ നേർച്ചധാന്യത്തിൽ വല്ലതും സ്വന്തമായി ഉപയോഗിക്കേണ്ടി വന്നാൽ ദൈവത്തിനുള്ളതേ തിന്നുകയുള്ളൂ. വല്ല മുസീബത്തും പിണഞ്ഞെങ്കിലോ എന്ന ഭീതി കൊണ്ട് വിഗ്രഹങ്ങൾക്കുള്ളതിൽ കൈവയ്ക്കുക പോലുമില്ല.
വല്ല കാരണവശാലും പങ്കുകാരുടെ ഓഹരിയിൽ എന്തെങ്കിലും കമ്മിയുണ്ടായാൽ ദൈവത്തിന്റെ ഓഹരിയിൽ നിന്നെടുത്ത് പൂരിപ്പിക്കും. ദൈവത്തിന്റെ ഓഹരിയിൽ കമ്മി വന്നാലോ പങ്കുകാരുടെ ഓഹരിയിൽ നിന്ന് ഒരു മണി പോലും എടുക്കുകയില്ല. ഇത്തരം നയങ്ങളെ വിമർശിച്ചാൽ വിചിത്രമായ പലതരം ന്യായീകരണങ്ങൾ ഉന്നയിക്കും. ഉദാഹരണമായി അവർ പറയും, ദൈവം ഐശ്വര്യവാനല്ലേ, സ്വയം പൂർണ്ണനല്ലേ, അവന്റെ ഓഹരിയിൽ ഒരു കുറവ് വന്നാൽ അവൻ എന്തു നഷ്ടപ്പെടാൻ? എന്നാൽ ഈ പങ്കുകാർ അവന്റെ ദാസന്മാരാണ്, അവനെപ്പോലെ ഐശ്വര്യവാന്മാരല്ല. അവരുടെ അവകാശത്തിൽ ചെറിയൊരു കമ്മി പോലും അവരുടെ ഗുരുത്വക്കേടിനും പൊരുത്തക്കേടിനും കാരണമായേക്കും. ഈ അന്ധവിശ്വാസങ്ങളുടെ നാരായ വേര് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അറേബ്യൻ മുശ്രിക്കുകളുടെ സമ്പ്രദായം സ്വൽപ്പമൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവർ അള്ളാഹുവിന് നീക്കിവെക്കുന്ന ധനം ദരിദ്രന്മാർക്കും അഗതികൾക്കും വഴിപോക്കർക്കും അനാഥകൾക്കും മറ്റുമാണ് നൽകിയിരുന്നത്. ദേവീദേവന്മാർക്ക് അർപ്പിക്കുന്ന നേർച്ചാ വഴിപാടുകളാകട്ടെ ഒന്നുകിൽ നേർക്കുനേരെ മതപുരോഹിതന്മാരുടെയും പൂജാരിമാരുടെയും വയറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ക്ഷേത്രഭണ്ഡാരങ്ങളിൽ അർപ്പിക്കപ്പെടുന്നു. അതും പരോക്ഷമായി വിഗ്രഹസേവകന്മാർക്കും പൂജാരിമാർക്കും തന്നെയാണ് ലഭിച്ചിരുന്നത്. അതിനാൽ സ്വാർത്ഥന്മാരായ മതനേതാക്കൾ അജ്ഞാനികളുടെ ഹൃദയത്തിൽ നൂറ്റാണ്ടുകളായി നിരന്തരം ഊട്ടിയുറപ്പിച്ചിരുന്ന ധാരണ ഇതാണ്: ദൈവ അവകാശത്തിൽ വല്ല പോരായ്മയും വന്നാൽ ദോഷമില്ല, എന്നാൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായ മഹാത്മാക്കളുടെ അവകാശത്തിൽ ഒരു കമ്മിയും വരുത്താവതല്ല, കഴിവതും ഏറ്റുകയാണ് വേണ്ടത്. وَرَبُّكَ الْغَنِيُّ ذُو الرَّحْمَةِ إِن يَشَأْ يُذْهِبْكُمْ وَيَسْتَخْلِفْ مِن بَعْدِكُم مَّا يَشَاءُ